ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട വണ്ടി. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടേജൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനി ആ മരക്കട്ടയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ മരക്കട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഇത് GP-യിലാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റീൽ വർക്കല്ല. ഫുള്ള് GP സീറ്റിലെ ചാനലാണെങ്കിലും പൈപ്പ് GP-യിലാണ് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് സ്ക്വയറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ സൈഡാണ്. ഈ സൈഡ് നമ്മൾ ഒരുപാട് ചെറുതാക്കിയൊക്കെ കേട്ടോ. ചെറുതാക്കി പറഞ്ഞാൽ ഇത് കമ്പനി വരുന്ന ഭയങ്കര വലുപ്പത്തിലാണ്. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് ഞാൻ എന്താ പറയുക, ആളുകൾ ഇരിക്കുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ലോണം വെള്ളം മേത്തേക്ക് ചാടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറ് പൊന്തിച്ചിട്ടുണ്ട്. ഡോറ് നമ്മൾ മറ്റുള്ള വണ്ടിയൊക്കെ ചെയ്യണ അതേപോലെ തന്നെ പൊന്തിച്ചാണിത്. പിന്നെ അതിന് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ 2 സൈഡിലും ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഈ സൈഡും ആ സൈഡും. പിന്നെ ടോപ്പ് കെട്ടുകയാണെങ്കിലും മാക്സിമം സെറ്റൊക്കെ കെട്ടണമായി അതേ രൂപത്തിലാണ് ഇത് കെട്ടിയിട്ടുള്ളത്, അതേ ലുക്കിൽ. ബാക്കാണെങ്കിലും ബാക്ക് കർട്ടൻ ടൈപ്പാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കർട്ടനിൽ ചെയ്താലും ഇപ്പോൾ കർട്ടനൊക്കെ ഇടുമ്പോൾ തന്നെ ഇതിന് ഡിക്കിൻ്റെ സ്പേസ് കുറവാണ് ഇതിന്. അപ്പോൾ നമ്മൾ ഡിക്ക് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് കൂട്ടിയേക്കണം. 4.5 ഇഞ്ച് ഇങ്ങോട്ട് തള്ളിച്ച് വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ ഒരു 10-17 ഇഞ്ച് 18 ഇഞ്ച് ഇവിടെ ഡിക്ക് സ്പേസ് കിട്ടും സ്റ്റെപ്പിന് ഫ്രണ്ടിലേക്ക് വെക്കുകയാണെങ്കിൽ. ഇവിടെ വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാനും ഇതിനൊക്കെ ഈ ഡിക്ക് കൊണ്ട് ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ആ ഉപകാരം അവിടെ കിട്ടണം. അപ്പോൾ അതിന് ഈ പണിയെടുത്തതിനൊരു കാര്യം കിട്ടുള്ളൂ. മറ്റേ സീറ്റ് ലേസം ഫ്രണ്ടിലേക്ക് വലിച്ചിടലാണ്. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് സീറ്റ് വലിച്ചേക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെയും ചെയ്തിട്ടുണ്ട്. എന്നാലും ആളുകൾക്ക് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. പിന്നെ വന്നിട്ടുള്ള ഈ സൈഡ് അതേപോലെ തന്നെ. ഇവിടെ ആണെങ്കിലും ഈ സൈഡ് ഈ ലുക്ക് തന്നെ. ഈ സൈഡ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഡോറ് പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഡോറ് പൊന്തിക്കുക എന്നത് ഫൈബറാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളത്തെ ഫ്രെയിമിൽ നിന്നാണ് നമ്മളിത് പൊന്തിച്ചിട്ടുള്ളത്. ഉള്ളത്തെ ഫ്രെയിമിൽ നിന്ന് പൊന്തിച്ച് ഈ ഫൈബർ ഇതേപോലെ അയച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആ സൈഡത്തെ അതേപോലെ തന്നെ 1 ഇഞ്ച് സ്ക്വയർ ട്യൂബ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാട്ടർ ചാനൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക. നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വേങ്ങര, കുറ്റാളൂർ. ഇനി അടുത്ത പണി നടന്നുകൊണ്ട് കേട്ടോ. അത് പണി കഴിഞ്ഞിട്ട് 2 വീഡിയോ.